ബിജെപിക്കെതിരെ വലിയ പോരാട്ടം നടന്നവരല്ലേ? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിലേക്ക് വന്നല്ലോ. ഏത് ബിജെപിയെ നേരിടാനാണ്? വയനാട്ടിൽ നിങ്ങൾ നേരിടുന്ന ബിജെപി സ്ഥാനാർത്ഥി ഏത്? നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുക. ഇവിടെ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുണ്ടായി. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ആലോചിച്ച് ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം. ആ പ്രസ്താവന ഒരു കൂട്ടം അംഗീകരിച്ചു കേട്ടോ. ബിജെപിക്ക് സ്ഥാനാർത്ഥിയില്ല അവിടെ. ബിജെപി അല്ല ഞങ്ങൾ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് നിർണായക ശക്തിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് ജയിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. അതോർത്തോളണം. ആരെങ്കിലും വരുന്നു എന്ന് കേട്ടാൽ എന്നാ നിങ്ങൾ നോക്കിക്കോ ഞങ്ങളിങ്ങ് പോവുകയാണ് എന്ന് പറയുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യം. നിങ്ങൾ ഏതായാലും വയനാട്ടിൽ വന്നല്ലോ. ഇനി വന്ന സ്ത്രീക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമാക്കണം. വയനാടിന്റെ കാര്യത്തിൽ നിങ്ങൾ കൂടി പങ്കുവച്ചാണല്ലോ പണ്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നത്. ആ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ ഫലം വയനാടല്ലാതായി മാറുമായിരുന്നു. അവിടുത്തെ കൃഷിക്കാരുടെ കൃഷിസ്ഥലങ്ങൾ വലിയ തോതിൽ പ്രതികൂലാവസ്ഥയിലാവുകയായിരുന്നു. വൻപിച്ച ദ്രോഹം കർഷകർക്ക് വരുത്തിവെക്കുന്നായിരുന്നു. ജനങ്ങൾക്കാകമാനം അതിനോട് എതിർപ്പുണ്ടായി. നിങ്ങൾ എന്താണ് അത് ചെയ്യാൻ പോകുന്നത്? അന്ന് നിങ്ങൾ ചെയ്ത ആ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ഇപ്പോഴുണ്ടോ? വയനാടുകാരോട് പറയാൻ പറ്റുമോ അന്ന് അങ്ങനെ സംഭവിച്ചു പോയി, ഞങ്ങളത് അബദ്ധമായി പോയി എന്ന് പറയോ? പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ പ്രധാനമായിട്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. എന്നാൽ ജനങ്ങളെ കാണാതുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. ജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പ്രധാനമായി കാണണം. ഇതൊരു കാര്യം. വയനാട്ടിലെ കർഷകര് തീരാ ദുരിതത്തിലായതിനൊരു കാരണമുണ്ട്. അവിടുത്തെ നാണ്യവിളകൾ അതിനെ തകർച്ചയിലേക്ക് എത്തിച്ച ആസിയാൻ കരാർ അതും ഇപ്പോ വയനാട്ടിലേക്ക് വരുന്ന സ്ഥാനാർത്ഥി പങ്കുവച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒന്നാണ്. സ്ഥാനാർത്ഥി പങ്കുവച്ചു എന്ന് പറയുമ്പോ അദ്ദേഹം കോൺഗ്രസ് നേതാവാണല്ലോ അന്നു. അതിന്റെ ഭാഗമായി വന്നതാണല്ലോ ആസിയാൻ കരാർ. ആ സർക്കാരാണല്ലോ ആസിയാൻ കരാർ കൊണ്ടുവരുന്നത്. കേരളവുമായി ചർച്ച ചെയ്തില്ലല്ലോ. കർഷകരുടെ നടുവൊടിഞ്ഞല്ലോ. എന്താണ് ആസിയാൻ കരാറിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് വയനാട്ടിലെ കർഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ആ ആസിയാൻ കരാറിന്റെ ഭാഗമായി തകർച്ച സംഭവിച്ച വയനാട്ടിലെ കർഷകരോട് ആ തകർച്ചയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എന്തെങ്കിലും പ്രതികരിക്കുമോ? ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ കർമ്മഭൂമി അമേഠിയാണെങ്കിലും നിങ്ങൾ വയനാട്ടിൽ വന്നതുകൊണ്ട് നിങ്ങൾ നേരിടുന്നുണ്ട്. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനാണ് ഇവിടെ വന്നത്. അതിനാണ് നിങ്ങളുടെ ശ്രമം. അത് നമുക്ക് ആ അംഗത്തട്ടിൽ കാണാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ
കരുത്തെന്താണ് എന്ന് നിങ്ങൾക്കിവിടെ ബോധ്യമാവുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട.